ഹൈവ വെൽക്കം ബാക്ക് ട്രിപ്മാല്ലു ഷമീറാണേ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൂന്നാറിലേക്ക് നമുക്ക് എങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അപ്പം നമ്മൾ മൂന്നാറിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മൂന്നാറിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം ഒരിക്കലും ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യരുത്, 2 അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക. നമ്മൾ മൂന്നാറിനെ സംബന്ധിച്ച് 5 ദിവസം നിന്നാലും നമുക്ക് കാണാനുള്ള കാഴ്ചകൾ അവിടെയുണ്ട്. മൂന്നാറിലെ കാഴ്ചകൾ പ്രധാനമായും 3 ഭാഗത്തേക്കാണുള്ളത്. മറയൂർ ചിന്നാറ് ഭാഗത്തേക്കൊരു റൂട്ട്, അതുപോലെ മാട്ടുപ്പെട്ടി ഡാം, ടോപ്പ് സ്റ്റേഷൻ, വട്ടവട ഒരു റൂട്ട്, ഗ്യാപ്പ് റോഡ്, ആനയിറങ്ങൽ ഡാം, തേക്കടിയിലേക്ക് 3ാമത്തെ റൂട്ട്. നമുക്ക് ആദ്യത്തെ റൂട്ടിൻ്റെ അവസാനം മുതൽ ഇങ്ങോട്ട് തുടങ്ങാം. ചിന്നാറ് മുതൽ ഇങ്ങോട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. നമ്മൾ ആദ്യം തന്നെ ചിന്നാറ് സെലക്ട് ചെയ്യാൻ കാരണം നമുക്ക് അതിരാവിലെ അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല, മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഓരോ സ്ഥലം പരിചയപ്പെടുത്തുമ്പോഴും തൊട്ട് മുകളിൽ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഉച്ചഭക്ഷണം, വനംവകുപ്പിൻ്റെ ഉച്ചഭക്ഷണം അവൈലബിൾ ആണ്. വലിയ പൈസയൊന്നുമില്ല, നല്ല അടിപൊളി ഭക്ഷണവും കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടുന്ന് ബസ്സിലാണ് നമ്മൾ ഇരുവിളം നാഷണൽ പാർക്കിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അവിടെ പോകുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് പോകാം. അപ്പം നമ്മളിവിടെ ബസ് ഇറങ്ങി അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൊത്തം വീഡിയോ വേണമെങ്കിൽ ഇപ്പം ഐ ബട്ടണിലും വന്നിട്ടുണ്ടാവും. മാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ഇവിടെ നമുക്ക് നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മളെ ഡേ 1 കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് പോയി റെസ്റ്റ് എടുത്തിട്ട് ഇനിയിപ്പോൾ അടുത്ത റൂട്ടിലേക്ക് നാളെ പോകുന്നതിന് അടുത്ത ദിവസം രാവിലെ പോകുന്നതായിരിക്കും നല്ലത്. വട്ടവടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രീതിയിലാണ്.
അതൊരു കാർഷിക ഗ്രാമമാണ്, കേരളത്തിൽ സ്ട്രോബെറി ഉണ്ടാക്കുന്ന ഏക സ്ഥലം. അപ്പോൾ നമ്മളത് എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിലാണ് വട്ടവടയുടെ സൗന്ദര്യം. അവിടുത്തെ ഗ്രാമ കാഴ്ചകളും പച്ചക്കറി കൃഷി രീതികളൊക്കെയാണ് അവിടെയുള്ളത്. വട്ടവടയിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യുക, ഇല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷനിൽ മൂന്നാറിൽ എവിടെ വേണേലും സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ വട്ടവടയിൽ എത്തുമ്പോഴേക്ക് നമ്മളത്തെ ഇന്നത്തെ ദിവസത്തേക്കുള്ള ഫുള്ളായി. ഇനി നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് റോഡ്, തേക്കടി റോട്ടിൽ ലക്കാട്ട് വ്യൂ, ആണിയറങ്ങൽ ഡാം ഒക്കെയാണ്. അപ്പം ഇടക്കാലം വരെ ആ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. അതുപോലെ മൂന്നാർ ടൗണിൽ തന്നെ ഒരു ബ്ലോസം പാർക്ക് ഉണ്ട് കാണുന്നവർക്ക്. ബജറ്റ് സ്റ്റേ താല്പര്യമുള്ളവർക്ക് 8 പേരുണ്ടെങ്കിലും 800 രൂപയ്ക്ക് KSRTC സ്റ്റേ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിലും ഉണ്ടാവും, അതുപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും മൂന്നാർ വീഡിയോൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹൈ വാ.